വർഷങ്ങളായി തണുത്ത അതിർത്തി, രക്തരൂഷിതമായ ഗാൽവാൻ ഏറ്റുമുട്ടൽ, അവിശ്വാസം മാത്രം നിറഞ്ഞ ബന്ധം. ഇതിനെല്ലാം ശേഷമാണ് ആനയും വ്യാളിയും ഒന്നിച്ച് നൃത്തം വെക്കട്ടെ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒരുമിച്ച് പറയുന്നത്. ചൈനയിലെ തിയാൻജിൻ നഗരത്തിൽ വികസന പങ്കാളികളാണ്, എതിരാളികളല്ല എന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പിച്ച് ആവർത്തിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന താരിഫ് ഭീഷണികളെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ റഷ്യ ചൈന സഖ്യം വളരുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നതിനിടയിൽ നടന്ന മോദി ഷീ കൂടിക്കാഴ്ച അമേരിക്കയ്ക്കുള്ള ശക്തമായ സന്ദേശമാണ്. അതോ പാകിസ്ഥാനുമായുള്ള അടുത്ത ബന്ധം മറന്നുകൊണ്ട് 2020 ഏപ്രിലിന് മുൻപുള്ള അവസ്ഥ തിരികെ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന ചൈന സഖ്യം കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ സർക്കാരിന്റെ നട്ടലില്ലായ്മയാണ്. ട്രംപിന്റെ തീരുവ ബീജിംഗിന്റെ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നതാണോ ഇന്ത്യയെ?